വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സഹായിക്കാൻ കഴിയില്ല എന്നല്ല, മനസ്സില്ല എന്ന് തുറന്നു പറയാൻ കേന്ദ്രം ആർജവം കാണിക്കണം. ഗുജറാത്തിലും ഹരിയാനയിലും ദുരന്തമുണ്ടായപ്പോൾ ഇതായിരുന്നില്ലല്ലോ നയമെന്നും കോടതി ചോദിച്ചു. നിലവിലെ ബാങ്കിംഗ് നിയമം അനുസരിച്ച് വായ്പ എഴുതിത്തള്ളാനാകില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. എന്നാൽ റിസർവ് ബാങ്കിന് മുകളിൽ കേന്ദ്രത്തിന് അധികാരമില്ലെന്നാണോ? കേന്ദ്രമില്ലെങ്കിൽ റിസർവ് ബാങ്ക് ഉണ്ടോ എന്നും കോടതി ചോദിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ബാങ്കുകളുടെ വിവരങ്ങൾ നൽകാൻ കോടതി നിർദ്ദേശം നൽകി. ബാങ്കുകൾക്ക് കോടതി നോട്ടീസ് അയക്കും. വായ്പകൾ എഴുതിത്തള്ളാൻ നിയമത്തിൽ വ്യവസ്ഥയില്ലെന്ന് പറഞ്ഞ് കേന്ദ്രം സത്യവാങ്മൂലം നൽകിയതിനോടാണ് കോടതി പ്രതികരിച്ചത്. ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളിയ കേരള ബാങ്കിനെ മാതൃകയാക്കണമെന്ന് കോടതി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. 207 പേരുടെ 3.85 കോടിയുടെ വായ്പയാണ് കേരള ബാങ്ക് എഴുതിത്തള്ളിയത്. 2024 ജൂലൈ 29 അർദ്ധരാത്രിയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായത്. പോസിറ്റീവ് ന്യൂസ്.